ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇത് നോമ്പുകാലമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. അനുഗ്രഹങ്ങൾ നിറഞ്ഞ പുണ്യം പൂക്കുന്ന കാലഘട്ടമാണല്ലോ ഈ നോമ്പുകാലം. നമ്മുടെ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഈ നോമ്പുകാലത്തിലേക്ക് കടക്കുവാൻ വേണ്ടി സഭയും എല്ലാ വചനഭാഗങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് ഈശോ 40 ദിവസം ഉപവസിക്കുന്ന സംഭവം. അത് വായിക്കുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ആദ്യത്തെ വചനഭാഗം തന്നെ നമ്മളെ ചിന്തിപ്പിക്കണം. മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത് പരിശുദ്ധാത്മാവാണ് എന്നൊരു വചനഭാഗമാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ, വ്യക്തിപരമായി എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ, ഒരുപക്ഷെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി മരുഭൂമിയിലേക്ക് ഈശോയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏത് പരീക്ഷണ ഘട്ടങ്ങളും, ഏത് സഹനങ്ങളും, ഏത് ത്യാഗങ്ങളും, അത് ജീവിതത്തിൻ്റെ ഏത് തകർച്ചയാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് പ്രയാസമേറിയ അനുഭവങ്ങളാണെങ്കിലും, കർത്താവ് അറിയാതെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നെന്നുള്ള വലിയ ബോധ്യം വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ ഏത് പരീക്ഷണങ്ങളെയും നേരിടുവാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ സഹനങ്ങളുടെ നടുവിൽ, നമ്മുടെയൊക്കെ പ്രയാസങ്ങളുടെ നടുവിൽ, മരുഭൂമി അനുഭവങ്ങളുടെ നടുവിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്താഗതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഒരുപക്ഷെ സഹനങ്ങളുടെ നടുവിലാണ് നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. ഒരു രോഗങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവമില്ല, എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന വിശ്വാസ ജീവിതമാണ്. സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ്. വിശ്വാസ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സഹനം, നമ്മുടെ രോഗത്തിൻ്റെ നടുവിൽ നമ്മൾ ഈ രോഗത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ത്യാഗങ്ങളുടെ നടുവിൽ കടന്നു പോകുമ്പോൾ, ഈ പരിശുദ്ധാത്മാവാണ് എന്നെ ഈ ത്യാഗത്തിലേക്ക്, ഈ വേദനയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് നമ്മൾ തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ, ഈ വേദന കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അതിനെ സഹനമാണ്, എൻ്റെ കർത്താവ് എനിക്ക് തന്ന സഹനമാണ്, അതിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന വലിയ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ഈ സഹനങ്ങളുടെ നടുവിൽ നമുക്കതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. രോഗങ്ങളുടെ നടുവിൽ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസ ജീവിതം ജീവിക്കാൻ ഈ മരുഭൂമി അനുഭവം നമ്മളെ സഹായിക്കും. ഇനി മരുഭൂമി അനുഭവത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ്. കർത്താവ് പരീക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളിലൊക്കെ കർത്താവ് ഈ പിശാചിനെ തോൽപ്പിക്കുന്നത് അവൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ടോ മാരകായുധങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. അവൻ പിശാചിനെ പരീക്ഷിക്കുന്നത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത് അവൻ്റെ കയ്യിലുള്ള വചനം കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ഈ പിശാചിനെ എതിർത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ വചനങ്ങൾ ഉണ്ടാകണം. ഇന്നത്തെ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മാരകായുധം കർത്താവിൻ്റെ വചനത്തിലൂടെ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വചനഭാഗം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമെന്നാണ് വചനത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനഭാഗം. അപ്പം അത് പറയുന്ന നമ്മളെയും കേൾക്കുന്നവനെയും മുറിപ്പെടുത്തുന്നതാണ്, ഇരുതല വാളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വചനം കയ്യിലെടുത്ത് ശക്തമായി മുന്നോട്ട് പോകുന്ന, അത് ഉള്ളിൽ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസ ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് ത്യാഗങ്ങളുടെ നടുവിലും, ഏത് പ്രയാസങ്ങളുടെ നടുവിലും, രോഗത്തിൻ്റെ നടുവിലും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വചനം കയ്യിലെടുത്തുകൊണ്ട്, അത് ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട്, അത് അനുദിന നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെയുള്ളൊരു വിശ്വാസ ജീവിതം നമുക്ക് ജീവിക്കുമ്പോൾ ഒരു പിശാചും നമ്മളെ കീഴ്പ്പെടുത്തില്ല, ഒരു പൈശാചികമായ സ്വാധീനങ്ങളെ നമ്മളെ തടയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസ ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഉള്ളിൽ വചനം നിറയുന്ന, വചനം കൈകളിലെടുക്കുന്ന, വചനം വായിക്കുന്ന ഒരു നല്ല നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായും അനുഗ്രഹിക്കട്ടെ.